കടലാക്രമണത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞിരുന്ന കുടുംബങ്ങൾക്ക് വീണ്ടും കിടപ്പാടം നഷ്ടപ്പെട്ടു. ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും പുറത്തായ നിർധനരായ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ വാടക വീടുകളിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. കടൽക്ഷോഭം മൂലം വറുതിയിലായ കാലത്ത് വാടക കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഈ കുടുംബങ്ങൾ. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് 15-ാം വാളായ നീർക്കുന്നം തീരദേശത്ത് താമസിച്ചിരുന്ന 6ഓളം കുടുംബങ്ങൾക്ക് കിടപ്പാടം നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളായി. കടലിനോട് മല്ലിട്ട് അധ്വാനിച്ച് സ്വരുക്കൂട്ടിയ ഒരു പങ്കും മത്സ്യഫെഡിന്റെ സഹായവും ചേർത്ത് നിർമ്മിച്ച വീടുകൾ കടലെടുക്കുകയായിരുന്നു. പണം തിരിച്ചടയ്ക്കാൻ കഴിയുന്നതിന് മുൻപ് തന്നെ ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച വീടുകൾ കടലാക്രമണത്തിൽ നിലം പൊത്തി. തുടർന്നാണ് 6 കുടുംബങ്ങളെ വളഞ്ഞവടി പടിഞ്ഞാറുള്ള മത്സ്യഫെഡിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ മാറ്റിപ്പാർപ്പിച്ചത്. പ്രായപൂർത്തിയായ പെൺകുട്ടികളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ 20-ലധികം പേരാണ് ഈ ക്യാമ്പിൽ കഴിഞ്ഞിരുന്നത്. കെട്ടിടത്തിൽ മത്സ്യഫെഡ് വലക്കട ആരംഭിച്ചതോടെ ഈ കുടുംബങ്ങൾക്ക് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നു. 2 കുഞ്ഞുങ്ങളും വളർന്ന കുഞ്ഞുങ്ങളായത് കാരണം ഒറ്റ മുറി ഹാളാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ തന്നത്. ഒരു 7 കുടുംബം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവർ ആണും പെണ്ണും എല്ലാവരും കൂടെ ഉള്ളത് കാരണം എൻ്റെ മക്കൾക്കൊന്ന് ഡ്രസ്സ് മാറാനോ ഒന്നും അവിടെ സാഹചര്യമില്ല. ഒരു ബാത്റൂം പോലും ഇല്ല ഞങ്ങൾക്ക് അവിടെ. +1-നും 9-ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 പെൺകുഞ്ഞുങ്ങളാണ് എനിക്കുള്ളത്. ആ കുഞ്ഞുങ്ങൾക്കൊന്നിരുന്ന് പഠിക്കാൻ പോലും ഒരു ഗൃഹോപകരണങ്ങളില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാനിന്ന് ജീവിക്കുന്നത്. ആ ഒരു മുറി വീടാണേലും മൊത്തം ചോർച്ചയാണ്. എങ്ങോട്ടും മാറാനുള്ള വാടക കൊടുക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ഭർത്താവ് ഒരു മത്സ്യത്തൊഴിലാളിയാണ്. ട്രോളിംഗ് നിരോധനവും പ്രതികൂല കാലാവസ്ഥയും ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ തൊഴിൽ ഇല്ലാതായതോടെ നിത്യച്ചെലവിന് ബുദ്ധിമുട്ടുന്ന ഈ കുടുംബങ്ങൾ വാടക നൽകാൻ ബുദ്ധിമുട്ടുകയാണ്. പുനർഗേഹം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപയാണ് സ്ഥലം വാങ്ങി വീട് നിർമ്മിക്കാനായി അനുവദിച്ചിരിക്കുന്നത്. 6 ലക്ഷം രൂപ സ്ഥലം വാങ്ങാനും 4 ലക്ഷം രൂപ വീട് നിർമ്മാണത്തിനുമാണുള്ളത്. ഈ തുക കൊണ്ട് എങ്ങനെ സ്ഥലം വാങ്ങി വീട് നിർമ്മിക്കുമെന്നാണ് ഇവരുടെ ചോദ്യം. നിർമ്മിപ്പിക്കാനെന്ന് പറയാൻ ക്യാമ്പിൽ അവർക്ക് വലക്കച്ചവടം ചെയ്യണമെന്ന് പറയും ഫിഷറീസുകാർക്ക്. മത്സ്യവീട്ടുകാർക്ക് അത് വലക്കച്ചവടം ചെയ്യണം, നിങ്ങൾ മാറിയേ പറ്റത്തുള്ളൂ. പൊട്ടി അടുക്കളയാണ്. അതിനകത്താണ് ഈ കുഞ്ഞും തള്ളയും എൻ്റെ ഭർത്താവുമായിട്ട് 4000 രൂപ വാടകയ്ക്ക് കഴിഞ്ഞ മാസത്തെ വാടക ഈ മാസമാണ് ഞങ്ങൾ കൊടുത്തിന്. ഈ 23-ാം തീയതി വരുമ്പോൾ ഉടനെ കൊടുക്കണം 4000. ബാബുവിൻ്റെ സ്ഥലം ഞങ്ങൾ 2 ലക്ഷം വെച്ച് 3 സെൻറ്റ് സ്ഥലം മേടിച്ച് 6 ലക്ഷത്തിന് ഫൗണ്ടേഷൻ വരെ കെട്ടിയ പാർട്ടി കിടക്കിയ ബാക്കി പൈസ വേണ്ടേ. വീട് നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ മറ്റൊരു താമസ സ്ഥലം ശരിയാക്കുകയോ ഇപ്പോൾ താമസിക്കുന്ന വീടിന്റെ വാടക സർക്കാർ നൽകുകയോ ചെയ്യണമെന്നാണ് ഇവരുടെ ആവശ്യം. റിപ്പോർട്ടർ, ആലപ്പുഴ.